ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവസാനം തന്റെ പൊന്നുമകളോട് യാത്ര പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് സംസാരിക്കുകയാ. പടച്ചവനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ട് അവിടെ നിന്നറിഞ്ഞു സഹാബത്ത് മുഴുവനും ഓടി വരികയാണ്. അബൂബക്കർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് മരണത്തോട് മല്ലടിക്കുകയാണ്. വഫാത്തിന്റെ അവസാന സമയമാണ്. സ്വഹാബികൾ മുഴുവനും ചോദിക്കുന്നു, തങ്ങളെ ഒരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരട്ടെ തങ്ങളെ. മരണത്തോട് മല്ലടിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് സഹാബത്ത് ചോദിച്ച്, ഞങ്ങൾ പോയിട്ടൊരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരട്ടെ. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, സഹാബാ, എന്റെ ഡോക്ടർ വന്ന് എന്നെ ചികിത്സിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഡോക്ടറെ കൊണ്ടുവരണ്ട, നിങ്ങളൊരു വൈദ്യനെയും കൊണ്ടുവരണ്ട. നോക്കണ്ടവൻ വന്ന് നോക്കിക്കഴിഞ്ഞു, എന്നെ നോക്കണ്ട ആള് വന്ന് നോക്കിക്കഴിഞ്ഞു. അല്ലാഹുവേ, അവസാനം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, അബൂബക്കർ തങ്ങളെ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരുവോ? ഈ അവസാന സമയം, ലോകത്ത് നിന്ന് യാത്ര പറയുന്ന അവസാന സമയം, എന്തെങ്കിലും ഒരു ഉപദേശം ഞങ്ങൾക്ക് തരുമോ? ആ സമയത്ത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രണ്ട് ഉപദേശമാ കൊടുത്തത്. ഈ സദസ്സിലിരിക്കുന്നവര്, ലോകത്ത് കടന്നു വരുന്ന അവസാന മനുഷ്യനും പഠിക്കാൻ കഴിയുന്ന രണ്ട് ഉപദേശമാ. ആ മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അവിടുന്ന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുവോ സഹാബാ? അല്ലാഹു ദുനിയാവ് വിശാലമാക്കി തരും. അല്ലാഹു ദുനിയാവ് വിശാലമാക്കി തരും. പണവും സമ്പാദ്യവുമെല്ലാം അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് തരും. പക്ഷേ നിങ്ങളതിൽ കുറച്ചു മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അവിടെന്ന് പറയുകയാ, നിങ്ങൾ കുറച്ച് സ്വീകരിക്കാൻ പാടുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, മുഫസ്സിരീങ്ങൾ പറയുകയാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം സഹോദരാ. സർവ്വതും വാരിക്കൂട്ടാനുള്ള മോഹമല്ല, സർവ്വതും വാരിക്കൂട്ടാനുള്ള മോഹമല്ല. പടച്ചവരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കു സഹോദരാ. എന്നിട്ട് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രണ്ടാമത് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? മറന്നു പോകരുത്, മറന്നു പോകരുത്. ഈ 10 മണി സമയത്ത് ഇവിടെ വന്നിരിക്കുന്നവരോട് പറയുകയാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മരണത്തിന്റെ അവസാന സമയത്ത് സ്വഹാബത്തിന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബാ, സുബഹി നമസ്കാരം കളയാക്കല്ലേ. അബൂബക്കർ തങ്ങൾ മരിക്കുന്ന അവസാന സമയം മുത്തുനബിയും അത് തന്നെയല്ലേ പറഞ്ഞത്? തന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിച്ച് ആ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോ മുത്തുനബിയുടെ ചുണ്ടുകൾ ചലിക്കുകയാ. എന്തേ പറഞ്ഞത്? ഉമ്മത്തി അസ്സലാ, നമസ്കാരത്തിന്റെ കാര്യമാണ് മുത്തുനബി ഓർമ്മപ്പെടുത്തിയത്. അബൂബക്കർ തങ്ങൾ പനി പിടിച്ചിട്ട് 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറയുന്ന അവസാന സമയത്ത് സുബ്ഹാനല്ലാഹ്, മഹാനവറുകളും അവിടെ നിന്ന് പറഞ്ഞു തന്നത്, നിങ്ങൾ സുബഹി നമസ്കാരം ഉപേക്ഷിക്കല്ലേ, സുബഹി നമസ്കാരം ഉപേക്ഷിക്കല്ലേ. സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു പോയല്ലോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, മൻ സല്ല സുബ്ഹ ഫീ ദിമ്മത്തില്ലാഹ്
പടച്ചവനെ, സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാ പിന്നെ യാതൊരു പേടിയും വേണ്ട. സുബഹി കിട്ടിയവൻ രക്ഷപ്പെട്ടു, സുബഹി നമസ്കരിച്ചവൻ രക്ഷപ്പെട്ടു. കാരണം ഫീദിമ്മത്തില്ല, അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കും. സഹാബാ, മുത്തുനബിയല്ലേ പറഞ്ഞത്, സുബഹി നമസ്കരിച്ചവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഒരു ദിവസം സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ അവൻ യാതൊന്നിനെയും ഭയപ്പെടണ്ട. അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, സുബഹി നമസ്കരിച്ചവനെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ, സുബഹി നമസ്കരിച്ചവനെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ. കാരണം സുബഹി നമസ്കരിച്ചവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തവന് വേദനിപ്പിച്ചാൽ നാളെ മുഖം കുത്തിയവനായ രീതിയിൽ അല്ലാഹു നിന്നെ നരകത്തിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ, ആ എടുത്ത മനുഷ്യരെ പിന്നെ വേദനിപ്പിച്ചാൽ, അവനെ പരിഹസിച്ചാൽ, അവനെ വേദനിപ്പിച്ചാൽ അവനെ അല്ലാഹു നാളെ മുഖം കുത്തിയ രീതിയിൽ നരകത്തിലെത്തിക്കുമെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത രണ്ട് ഉപദേശത്തിൽ ഒരു ഉപദേശം നമസ്കാരത്തെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് മഹാനവർകൾ അവിടെന്ന് മരണത്തോടടുക്കുമ്പോ എല്ലാവരോടും പറഞ്ഞു, സ്വഹാബാ, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിച്ച് നല്ലതുപോലെ പൊതിഞ്ഞിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് കൊണ്ടുപോകണേ, മുത്തുനബിയുടെ ഖബറിന്റെ ചാരത്ത് കൊണ്ടുപോയി വിൽക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇമാം റാസി തങ്ങളാ പറയുന്നത്, അല്ലാഹുവേ, അബൂബക്കർ തങ്ങൾ പറഞ്ഞു, എല്ലാം മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖബറിന്റെ ചാരത്ത് നിങ്ങളൊരു കുഴിയെടുക്കണം. എന്നെ ഖബറടക്കുന്നതിന് വേണ്ടി, ഒരു കഥ കുടിച്ചിടുന്നതിന് വേണ്ടി നിങ്ങളൊരു ഖബറെടുക്കണം. എന്നിട്ട് എന്റെ മയ്യത്ത് മുത്തുനബിയുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് കൊണ്ടുപോയി വിൽക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്ത് എന്റെ മയ്യത്ത് കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കണം, നബിയേ, ഇവിടെ ഖബറടക്കിയോട്ടെ, അബൂബക്കറിനെ ഇവിടെ ഖബറടക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളയുടെ മുന്നിൽ പോയി നിന്ന് ചോദിക്കണം. മറുപടി വന്നാൽ എന്നെ അവിടെ ഖബറടക്കണേ സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ അനുവാദം തന്നാൽ നിങ്ങൾ അവിടെ ഖബറടക്കണേ, ഇല്ലെങ്കിൽ ജന്നത്തുൽ ബഖീൽ കൊണ്ട് എന്നെ ഖബറടക്കണേ സഹാബാ. മഹാനവടൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുകയാ, എല്ലാവരെയും കൊതിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ചിരിക്കുന്ന മുഖത്തോടെ കാണുന്നവർ മുഴുവനും അവിടെ അത്ഭുതപ്പെടുന്ന രീതിയിൽ അല്ലാ, മരണമെന്ന് പറഞ്ഞാൽ അതാ സഹോദരാ, മരണമെന്ന് പറഞ്ഞാൽ അന്തല്ലദീ വലദതു ഉമ്മുക ബഖിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഈമാനുള്ളവരെ കാണണോ സഹോദരാ, ഈമാനുള്ളവരെ കാണണോ സഹോദരാ, ഈമാനുള്ള ഒരു മനുഷ്യന്റെ മരണം കാണണോ? എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടക്കുമ്പോ അവന്റെ മുഖത്ത് നോക്കിയാ മതി. അല്ലാഹുവേ, ചുണ്ടില് പുഞ്ചിരി കണ്ടാൽ, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്ക്, അവന്റെ ചുണ്ടിലെങ്ങാണം ഒരു പുഞ്ചിരി കണ്ടാൽ അവൻ ഈമാനുള്ള മരണമാ, അത് ഈമാനുള്ള മരണമാ. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പറഞ്ഞതല്ലല്ലോ, ഒരുപാട് പേരുടെ മരണം കണ്ടവരാണ്, ഒരുപാട് മഹാന്മാര്, ഒരുപാട്
ഒരുപാട് മഹത്തുക്കളുടെ മരണം കണ്ടവരല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ബഹുമാനായ അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മരിക്കുന്നതിന്റെ അന്ന് രാവിലെ സുബഹി കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ സ്ഥാപനത്തിന്റെ അവസാനത്തെ കടവും വീട്ടിയിട്ടല്ലേ പോയത്. എന്തൊരു ചിരിയാ സഹോദരാ. അല്ലാഹു വലിയ ഒരു രോഗം കൊടുത്ത് മുഖമെല്ലാം വല്ലാത്തൊരവസ്ഥയിലായിട്ട് പോലും ആ മഹാനായ ഗുരുനാഥന്റെ ജനാസ കണ്ടവർ കൊതിച്ചു പോയില്ലേ. എന്തിനെന്റെ പ്രിയപ്പെട്ടവര്, ഇവിടെ അടുത്തല്ലേ ഈസ ഉസ്താദ്, മൂസ ഉസ്താദ്, ഇവരൊക്കെ കടന്ന കാഴ്ചകൾ കണ്ടില്ലേ. ഓരോ മനുഷ്യനും മരിച്ചു കിടക്കുന്ന ഫോട്ടോ കാണുമ്പോ വാട്സപ്പിലൂടെയൊക്കെ പലരും ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുമ്പോ ആ മുഖത്തെ പുഞ്ചിരി കാണുമ്പോ ഫലസ്തീനിന്റെ മണ്ണിൽ മരിച്ചു കിടക്കുന്ന ചില ചെറുപ്പക്കാരുടെ ഷഹീദികളെ ശുഹദാക്കളുടെ ചിത്രങ്ങൾ കാണുമ്പോ കൊതി തോന്നാറില്ലേ. അവൻ മരിച്ചെന്നാരാ പറയുന്നത്? ഉറങ്ങുന്നത് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് അല്ലാഹുവേ മുഖത്തൊരു മഞ്ഞ പ്രകാശമാണല്ലോ സൂര്യനുദിക്കുന്ന സമയത്തുണ്ടാകുന്നത് പോലെ വല്ലാതെ ഒരു പ്രകാശം ഇങ്ങനെ മുഖത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് പോകുന്ന ജനാസകൾ. അതിനാ സഹോദരാ മരണമെന്ന് പറയുന്നത്. ചിലപ്പോ ജീവിച്ചിരിക്കുമ്പോ ഗ്ലാമറില്ല, സൗന്ദര്യമില്ല, കൂടെ കടന്നവൾ പോലും സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനെ കൂടെ കൊണ്ട് നടക്കാത്ത പെങ്ങള്. പക്ഷേ മരിച്ചു കിടക്കുന്ന ഭർത്താവിനെ നോക്കിയിട്ട് എന്റെ കാട മുഖത്തെന്ത് പ്രകാശമായിരുന്നു, എന്തൊരു ഗ്ലാമറാ പടച്ചവനെ. കവിളെല്ലാം ഇങ്ങനെ വല്ലാതെ പ്രകാശിക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വികസിക്കുകയാ. മരിച്ചു കിടക്കുമ്പോ നോക്കണം സഹോദരാ, നല്ല മരണത്തിന്റെ അടയാളമായിട്ട് മുത്തുനബി പറഞ്ഞല്ലോ, മൂക്കിന്റെ ദ്വാരം വികസിക്കുകയാണ്. ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. എന്ത് കണ്ടട്ടാ, എന്ത് കണ്ടട്ടാ. വഅബ്ശിറൂ ബിൽ ജന്നാ. മലക്കുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. മലക്കുകൾ ഇന്ന് വരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം മലക്കുകൾ ഇങ്ങനെ തലയിലെ തലോടി, ശരീരം മുഴുവനും ഇങ്ങനെ തലോടിയിട്ട് മരണവേദന സഹിക്കാൻ കഴിയാതെ കരയുന്ന മനുഷ്യന്റെ ചാരത്ത് ആ മനുഷ്യന്റെ കണ്ണിന്റെ മുന്നിൽ സ്വർഗം കൊണ്ടുവന്നിട്ട് മലക്കുകളെ പറഞ്ഞു കൊടുക്കുകയാ. യാ أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. പടച്ചവനെ മലക്കുകളെ സ്വാഗതം പറഞ്ഞ്, മലക്കുകളെ സ്വാഗതം പറഞ്ഞ് വെറുതെ സ്വാഗതം പറയില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ വെറുതെ സ്വാഗതം പറയില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ആ പരിശുദ്ധമായ ഖുർആനിൽ ഒരേ ഒരു സഹാബിയുടെ പേരേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരേ ഒരു സഹാബിയുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. 10 മണി കഴിഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്. ഞാൻ നിർത്താം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരുണ്ടോ? ഇല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരുണ്ടോ? ഇല്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് അലി ഇബ്നു അബീ താലിബ് ഇല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരേ ഒരു സഹാബിയുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഏത് സഹാബിയായിരിക്കും പറയണ്ട, വീട്ടിൽ പോയിരുന്ന് കണ്ടുപിടിക്കും. അനയാ റസൂലല്ലാഹ് അവിടെ നിന്ന് പറഞ്ഞു കഴിയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉമർ തങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്. അവിടെ നിന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഈ പള്ളിക്കകത്തിരിക്കുന്ന എല്ലാ സഹാബത്തിനും അറിയാം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരാഴ്ചയായിട്ട് പട്ടിണിയാണ്.
ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എഴുന്നേറ്റിട്ട് പറയുകയാണ്, നബിയേ, ഒരാഴ്ചയായിട്ട് അബൂബക്കറും അബൂബക്കറിന്റെ കുടുംബവും പട്ടിണിയാണെന്ന് ഇരിക്കുന്ന ഏത് സ്വഹാബിയോട് ചോദിച്ചാലും അറിയാം. പിന്നെങ്ങനാ നബിയേ, പിന്നെ എങ്ങനാ നബിയേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, അബൂബക്കറേ ഒന്ന് വിശദീകരിച്ചു കൊടുക്ക അബൂബക്കറേ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ സുബഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ അവിടെന്ന് പറയുകയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് രോഗസന്ദർശനത്തിന് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങുമ്പോ മസ്ജിദുൻ നബവിയുടെ മുന്നിൽ ഒരു പാവപ്പെട്ടവൻ ഇരുന്നിട്ട് യാചിക്കുകയാ. ആരാണെന്നറിയുന്നില്ല. ആ മനുഷ്യൻ പറയുന്നു, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരുവോ? അല്ലാഹുവേ, പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ട് അബൂബക്കർ തങ്ങളോടൊരു മനുഷ്യൻ അവിടെ നിന്ന് യാചിക്കുകയാ. പക്ഷേ കൊടുക്കാനൊന്നുമില്ല. അബൂബക്കർ തങ്ങൾ ഒരാഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹുവേ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒന്നും കയ്യിൽ കൊടുക്കാനില്ലല്ലോ. അബൂബക്കർ തങ്ങൾ വളരെ വേദനയോടുകൂടിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. പടച്ചവനെ, കാലിൽ മുറിവ് പറ്റിയിട്ട് കിടക്കുന്ന സ്വഹാബി അബൂബക്കർ തങ്ങളുടെ കോലം കണ്ടപ്പോ, ആ തളർന്നിരിക്കുന്ന ശരീരം കണ്ടപ്പോ അവിടുന്ന് വീടിന്റെ അകത്തേക്ക് വിളിച്ചു കയറ്റി. എന്നിട്ട് പറഞ്ഞു, എന്തൊരു കോലമാ അബൂബക്കറേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ, പട്ടിണിയല്ലേ അബൂബക്കർ? എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിന്റെ അകത്ത് കടന്നു ചെന്നിട്ട് ഒരു റൊട്ടിയുടെ പകുതിയുണ്ടല്ലോ, ഒരു റൊട്ടിയുടെ പകുതി എടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നെക്കാലും ആവശ്യക്കാരൻ നീയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ചയായല്ലോ, എന്തെങ്കിലും കഴിക്കെന്ന് പറഞ്ഞ് അബൂബക്കർ തങ്ങളുടെ കയ്യിൽ ഒരു റൊട്ടി വെച്ച് കൊടുത്തപ്പോ, ഒരു റൊട്ടിയുടെ പകുതി വെച്ച് കൊടുത്തപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ ഭക്ഷണം എടുത്തിട്ട് തന്റെ മടിയിലിരിക്കുന്ന തന്റെ വസ്ത്രത്തിന്റെ അടിയിലേക്ക് ഇങ്ങനെ ചുരുട്ടി വെക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിക്കുകയാ, എന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ലജ്ജയാണോ അബൂബക്കറേ? ഞാൻ തന്നാ കഴിക്കത്തില്ലേ? ഞാൻ തന്നാ നീ ഭക്ഷണം കഴിക്കത്തില്ലേ? എന്തേ കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ തങ്ങൾ പറയുകയാ, വരുന്ന വഴിയിൽ പള്ളിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ടൊരു പാവപ്പെട്ടവൻ എന്റെ മുന്നിൽ കൈനീട്ടിയിട്ട് യാചിച്ചു. കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു, ഇത് അവന് കൊടുക്കാനുള്ളതാണ്. പടച്ചവരെ, ഇറങ്ങി ഓടുകയാ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ, ഓടിച്ചെന്നിട്ട് പള്ളിയുടെ വെളിയിലിരിക്കുന്ന പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് അവിടുന്ന് കഥാ കഴിക്കാനുള്ള ഭക്ഷണമായി അവിടുന്ന് കിട്ടിയ ആ റൊട്ടിയുടെ പകുതി വെച്ച് കൊടുത്തെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറയുമ്പോ സഹാബത്ത് മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. എല്ലാരും പരാജയപ്പെട്ടു പോയി. എല്ലാവരും അബൂബക്കറിന്റെ ഈമാനിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോയി. എന്റെ പ്രിയമുള്ളവരെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളങ്ങനാട്. പടച്ചവനെ, അബൂബക്കർ ജീവിക്കുന്നത് തന്നെ മുത്തുനബിക്ക് വേണ്ടിയായിരുന്നു. വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരു കാര്യത്തിലും പടച്ചവനെ മുന്നോട്ടില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളിലും മുൻപിൽ നിൽക്കാൻ പടച്ച റബ്ബേ ദീനിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിന് വേണ്ടി ചോദിച്ചാലും മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഏത് കാര്യത്തിലാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്കയുടെ കാര്യം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ തന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തിട്ട് വെച്ചിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ തന്റെ സർവ്വ സമ്പാദ്യവും കൊണ്ടുപോയിട്ട് പ്രവാചകൻ കൊടുത്തു. ഒന്നുമില്ല, വീട്ടിലൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ മുസ്ലിമായിട്ടില്ല. അബൂ ഖുഹാഫ അവിടുന്ന് മുസ്ലിമായിട്ടില്ല. അബൂബക്കർ എല്ലാം കൊണ്ടുപോയി കൊടുത്തെന്നറിഞ്ഞപ്പോ വളരെ ദേഷ്യത്തോടു കൂടി വീട്ടിൽ കയറി വന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അസ്മാ റളിയല്ലാഹു തആല രണ്ടുപേരും വീട്ടിലുണ്ട്, ഭാര്യയും മകളും. വീട്ടിൽ കയറി വന്നിട്ട് മരുമോളോട് ചോദിച്ചു, എല്ലാം കൊണ്ടുപോയില്ലേ? എല്ലാം കൊണ്ടുപോയി അവൻ. നിങ്ങൾക്കൊന്നും വെച്ചിട്ടില്ലേ? എല്ലാം കൊണ്ടുപോയില്ലേ? ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയും മകളും കൂടെ ഒരു സഞ്ചി എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. ഇതാ ഇത്ര ഇവിടെ വെച്ചിട്ടാ പോയെ.
ഒരു സഞ്ചി ഇങ്ങനെ എടുത്തിട്ട് പറയാ, എല്ലാം ഒന്നും കൊണ്ടുപോയില്ല, ഞങ്ങൾക്ക് ഇത്രയും തന്നിട്ടാ പോയെ. എന്തായിരുന്നു അതിനകത്ത്? കല്ലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടുത്തിങ്ങനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇത്ര ഇവിടെ വെച്ചു, എല്ലാം ഒന്നും കൊണ്ടുപോയില്ല, ഈ കാണുന്ന സഞ്ചി ഇവിടെ വെച്ചിട്ടാ പോയെ. അദ്ദേഹം നോക്കിയപ്പോൾ വിചാരിച്ചു പൈസയാണെന്ന്. ചരൽക്കല്ലുകൾ വാരിയിട്ടിരുന്നു, അതായിരുന്നു അവരുടെ മക്കള്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയും മകളും അങ്ങനെ ആയിരുന്നു. നമ്മുടെ ആണെങ്കിലും സ്വന്തം പെറ്റതള്ളക്ക് 500 രൂപ കൊടുത്താൽ അവിടെ അടിയാ. സ്വന്തം ഭാര്യ കൂടപ്പുറപ്പുകൾക്ക് കൊടുത്താൽ അവിടെയും വഴക്കും ബഹളവും. ഇപ്പൊ ഇനി പള്ളിയുടെ പണി നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വീട്ടിൽ പോയിട്ട് പറയാ, അമിന ഉസ്താദിന്റെ പ്രസംഗം കേട്ടപ്പോഴത്തേക്ക് ആ മൗലിദിനുള്ള ചീരടി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് മനുഷ്യന് ജോലിയും കൂലിയില്ല, ചോദിക്കണേ ഇല്ലേപ്പാ, അങ്ങനല്ലേ? എന്തെല്ലാം വെടികൊണ്ടവരിക്കണേ. അതന്നെ നിങ്ങൾ പറഞ്ഞ ഞാൻ നിഷേധിക്കോ? വീട്ടിൽ കയറി ചെന്നിട്ട് പറഞ്ഞു നോക്ക്, പള്ളിയുടെ പണിക്ക് വേണ്ടി ഞാനൊരു 5000 രൂപ കൊടുത്തു. അപ്പൊ പെണ്ണുമ്പിള്ള ആദ്യം ചോദിക്കുക, ജോലിയും കൂലിയും ഒന്നുമില്ല, ആകെ പ്രതിസന്ധിയായി, ഈ സമയത്താണോ കൊടുക്കണേ? എന്നാൽ ചില പെണ്ണുങ്ങൾ പറയും, അൽഹംദുലില്ലാ, നല്ലത് പള്ളിക്കല്ലേ കൊടുത്തേ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ദുആ ചെയ്യും, അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അവിടുന്ന് അമ്മായപ്പം വന്നിട്ട് ചോദിക്കുക, ഭർത്താവ് മൊത്തവും ദീനിന് കൊടുത്തില്ലേ, മുഹമ്മദിന് കൊണ്ടുപോയില്ലേ, നിനക്കൊന്നും വെച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ ചാക്കിനകത്ത് കല്ല് നിറച്ച് സഞ്ചി എടുത്ത് കാണിച്ചിട്ട് പറയാ, ഇത്ര ഇവിടെ വെച്ചിട്ടാ പോയി, എല്ലാം കൊണ്ടുപോയില്ല. അതായിരുന്നു അന്നത്തെ പെണ്ണുങ്ങൾ. ഇന്നത്തെ പെണ്ണുങ്ങളുടെ കാര്യം പുതിയ നിയമം വരുന്നു. ഇനി പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ 21 വയസ്സ്. അൽഹംദുലില്ലാ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 8ന്റെ പണി എന്ന് പറഞ്ഞാൽ ഇതാ. 8ന്റെ പണി അങ്ങനല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വശത്തിൽ ഞാൻ ചിന്തിക്കുമ്പോ കോടതി ചെല്ലും, കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയിട്ട് കോടതി ചെല്ലുമ്പോ കോടതി ചോദിക്കും, ആരോട് പോകണം? 18 വയസ്സായില്ലേ, പ്രായപൂർത്തിയായി, അവന്റെ കൂടെ തന്തയും തള്ളയും വേണ്ട, ഇവന്റെ കൂടെ പൊക്കോ. കാരണം എന്തേ? 18 വയസ്സായി, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാമല്ലോ, പൊക്കോ. രജിസ്റ്റർ വിവാഹം, ഒളിച്ചോടി പോയി. എല്ലാത്തിന്റെയും പണി തീർന്നില്ലേ? എല്ലാത്തിന്റെ മണി. പെൺമക്കളുള്ള വാപ്പാമാര് അടുത്ത നിയമം നവംബറിലെങ്ങാണ്ട് വരുന്നല്ലേ ഇന്നലെ അവൻ പറഞ്ഞു. അതിനോടുകൂടി എല്ലാത്തിന്റെയും. പിന്നെ നിങ്ങൾ വിചാരിച്ചോ ഓസിന് സ്വർഗത്തിൽ പോകാന്ന്? അല്ല പറഞ്ഞെന്തെന്നറിയോ? മുത്തുനബിയുടെ സ്വർഗത്തിലെ ഒരു കൂട്ടുകാരൻ ആരെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലെ ഒരു കൂട്ടുകാരനാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് അള്ളാഹു 2 പെൺമക്കളെ കൊടുത്തു. ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് അള്ളാഹു 2 പെൺമക്കളെ കൊടുത്തു. ആ 2 പെൺമക്കളെ നല്ലതുപോലെ വളർത്തി അവരെ നല്ല നിലയിൽ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹജ്ജിന് പോയവനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, വഅദ് പറയുന്നവനല്ല, ഖുർആൻ പഠിച്ചവനല്ല, സദക്ക ചെയ്തവനല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 2 പെൺമക്കളെ നേരെ ചൊവ്വ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ വെറുതെ കിട്ടുവോ സ്വർഗം? 21 വയസ്സ് വരെ സക്കറാത്തിന്റെ വരി വലിക്കണം. ഒന്നിനെ നേരെ ഒരെണ്ണത്തിന്. പടച്ചോനെ, ഇന്നത്തെ പെമ്പിള്ളാരൊക്കെ ഒരു 18 തികയാൻ വേണ്ടി വാപ്പമാര് വിടുന്ന പാടൊന്ന് കെട്ടിച്ചു വിടാൻ വളരെ പ്രയാസം. ഇപ്പൊ ഇനി എല്ലാത്തിന്റെയും അഹങ്കാരമൊക്കെ തീരുമല്ലോ. ഇനിയിപ്പൊ എന്തായാലും 21 ആയാലല്ലേ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് ഈ രജിസ്റ്റർ വിവാഹം ഒന്നും നടക്കത്തില്ലായിരിക്കില്ലേ? നിങ്ങൾ ഷോട്ടിലെ കമ്മിറ്റിയിലൊക്കെ ഇനിയിപ്പോ എന്താ മേടിക്കാൻ? എന്താപ്പാ, എന്ത് ജീവിതം, അടിയും ബഹളവും. ഈ അടുത്ത് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. വിവാഹ ജീവിതത്തിന്റെ വിലയും ഗുണമൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ വിവാഹ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവരുണ്ട്. ഈ അടുത്ത് നടന്ന ഒരു സംഭവം, ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു വിട്ടു. സ്ഥലമൊന്നും ഞാൻ പറയണില്ല, ദൈവല്ലേപ്പാ, അടിയെതിരെ വരുന്ന അറിയില്ലല്ലോ. ഒരു കല്യാണം കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെൺകൊച്ചു കുളിക്കാൻ പോകുമ്പോൾ ഒരു സോപ്പ് കൊണ്ടുപോകും. കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു സോപ്പുമായിട്ട് കുളിപ്പരയെ പോകും, കുളിക്കും. കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ സോപ്പ് തിരിച്ച് റൂമിൽ കൊണ്ടുവെക്കും. ഇത് തെറ്റാണോ? നിങ്ങൾ പറയുന്നത് തെറ്റാണോ? ആ പെൺകുട്ടി ഇങ്ങനെ എന്നും കുളിക്കാൻ പോകുമ്പോൾ സോപ്പ് കൊണ്ടുപോകും, കുളിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ കൊണ്ടുവെക്കും. ഇത് ഭർത്താവിന്റെ സഹോദരി കണ്ടു. സുബ്ഹാനല്ലാഹ്, പിന്നെ പറയണോ? ഇത് ഭർത്താവിന്റെ സഹോദരി കണ്ടു. പിന്നെ ചോദ്യമായി, എന്താ ഇവിടെ ആർക്കെങ്കിലും പകരുന്ന രോഗമുണ്ടോ? നീ സോപ്പ് ഇങ്ങനെ കൊണ്ടുപോകുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, ഇപ്പൊ ആ കൊച്ചു വീട്ടില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കഴിഞ്ഞു, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുളിക്കാൻ കൊണ്ടുപോയ സോപ്പ് തിരിച്ച് തന്റെ റൂമിലേക്ക് കൊണ്ടുവച്ചു. അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും കൂടെ അപ്പുറം ഇപ്പുറം ഇരുന്നാൽ തീരാനുള്ളതും.
എത്ര വലിയ വിഷയമാണെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു കസേരയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാൽ തീർന്ന് സർവ്വ അടിയും ബഹളവും. പക്ഷെ സമ്മതിക്കൂലല്ലോ. ആര്? സ്വന്തം പാപ്പായുമായി, സ്വന്തം മാതാപിതാക്കൾ തന്നെ. പെൺകുട്ടിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇല്ല, സംസാരിക്കാൻ പോലും അവകാശമില്ലല്ലോ. പിന്നെ സംസാരിക്കുന്നതൊക്കെ ഇവരൊക്കെ ആ പാവത്തിന്റെ ജീവിതം പോകുന്നു. എത്രയോ മക്കൾ യതീമികളായി പോകുന്നു. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കുടുംബജീവിതത്തിന്റെ വിലയും ഏറ്റവും ശൈത്താന് വളരെ സന്തോഷമാണ്. ശൈത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു തലാഖ് സംഭവിക്കുമ്പോഴാണ്. ആ തലാഖ് സംഭവിക്കുന്ന സമയം ഇബ്ലീസിന് വലിയ സന്തോഷം. അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങുന്ന. അതുകൊണ്ടാണ് ഞാൻ പള്ളിക്കാരോട് പറഞ്ഞു തലാഖിന്റെ കാര്യത്തിൽ തലയിട്ടേക്കരുതെന്ന്. കാരണം എന്ത്? അത് അള്ളാഹിന്റെ അദാബ് ഇറങ്ങുമല്ലോ. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്ന കാര്യങ്ങളാ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളപ്പം ചോദിക്കൂ, ഉസ്താദെ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം? പെണ്ണുമ്പിള്ള എന്ത് കാണിച്ചാലും ക്ഷമിച്ചും സഹിച്ചും ജീവിക്കണം അല്ലേ? ചിലരുടെ നോട്ടം കാണുമ്പോൾ ചില പെണ്ണുങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ബന്ധുപിടിയേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. എപ്പോഴും അള്ളാഹ് പറഞ്ഞെന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എടാ നിന്റെ ഭാര്യ എത്ര കൊള്ളാത്തവളാണെങ്കിലും എത്ര മോശക്കാരിയാണെങ്കിലും പറ്റുമെങ്കിൽ നീ അവൾക്കൊരവസരം കൊടുക്കുക, അവളുടെ കൂടെ ജീവിക്ക്. നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെ നിന്ന് പറഞ്ഞത്, എടാ ഭാര്യയുടെ പീഡനം, അവളുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും എല്ലാം നീ അങ്ങ് ക്ഷമിക്ക്. നിനക്ക് എന്തിനും അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രതിഫലം അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതുപോലെ തന്നെ പെണ്ണിനോടും പറഞ്ഞു, ഭർത്താവ് അല്ലാഹുവേ 2-3 മക്കളായി പോയി, കുടിയന, അടിക്കും, ബഹളമാണ്, സമാധാനമില്ല, എന്ത് ചെയ്യാനാ ഉസ്താദെ? ക്ഷമിക്കു പെങ്ങളെ. അല്ലാഹു നിനക്ക് ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ. ഫിർഔൻ അവൻ ആരാന്നറിയാലോ? അവന്റെ ഭാര്യയായിരുന്നു ആസിയ ബീവി. ആ ആസിയ ബീവിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ഭാര്യയ്ക്ക് അല്ലാഹു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ ആ ഭാര്യയും ഭർത്താവും അങ്ങനെ ആകണം. സ്നേഹവും എല്ലാ കാര്യങ്ങളും. പിന്നെ കുടുംബജീവിതത്തിൽ അടിയുമ്പോൾ ചട്ടിയും കലവാകുമ്പോൾ തട്ടിയും മുട്ടിയും കിടക്കും, അത്ര തന്നെ. പക്ഷെ അതൊക്കെ 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാ, അത്രയേ ഉള്ളൂ. പക്ഷെ അതിങ്ങനെ പെരുപ്പിച്ചുകൊണ്ട് അവസാനം തലാഖിൽ വരെ എത്തുന്ന ജീവിതമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ തന്റെ പൊന്നാര മകള് അവിടെ നിന്ന് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, എല്ലാം കൊണ്ടുപോയില്ല, ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടാ പോയെ. ഒന്നുമില്ലായിരുന്നു സഹോദരങ്ങളെ. എല്ലാം അള്ളാന്റെ ദീനിന് വേണ്ടി, എല്ലാം പടച്ച റബ്ബേ മുത്തുനബിക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. അത്രയ്ക്കും വല്ലാത്ത സ്നേഹമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആ സ്വഹാബിയോട് വല്ലാത്ത സ്നേഹം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അബൂബക്കറിന്റെ മനസ്സ് വേദനിക്കുന്നത് പോലും പ്രവാചകന് സഹിക്കാൻ കഴിയില്ലായിരുന്നു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരിക്കലതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞ കണ്ണുമായി കടന്നു വരികയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് നിറകണ്ണുകളോട് വളരെ പ്രയാസത്തോടുകൂടി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, അബൂബക്കറേ, എന്താണ് നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നീ കരയുകയാണോ? എന്താണ് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമറിനോട് മിണ്ടുന്നില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും രണ്ടുപേരും എന്തോ ഒരു കാര്യം പറഞ്ഞു പിണങ്ങി. കൂട്ടുകാരാണല്ലോ, രണ്ടുപേരും സഹാബികളാണല്ലോ. അവിടെ നിന്ന് രണ്ടുപേരും എന്തോ ഒരു കാര്യം പറഞ്ഞു, പരസ്പരം പിണക്കമായി, രണ്ടുപേരും മിണ്ടാതായി. അബൂബക്കർ നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. അവിടെ നിന്ന് പടച്ചവനെ പിണക്കം മാറ്റുന്നതിന് വേണ്ടി, ആ ഒരു ചെറിയ പിണക്കം മാറ്റാൻ അബൂബക്കർ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം
സലാം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, സലാം അടക്കി. പക്ഷേ ഉമറിന്റെ മുഖത്തൊരു സന്തോഷമില്ല. ഉമറിന്റെ മുഖത്തൊരു സന്തോഷമില്ല. അബൂബക്കർ തങ്ങൾക്ക് വല്ലാത്ത വേദനയായി. അവിടുന്ന് വീട് വിട്ടിറങ്ങി വരികയാണ്. അവിടുന്ന് വീട് വിട്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു പോവുകയാ. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ മടങ്ങിപ്പോയി കഴിയുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വേദനയായി. എന്റെ വീട്ടിൽ വന്നല്ലോ, എന്റെ വീട്ടിൽ വന്ന് സലാം പറഞ്ഞല്ലോ, എന്നിട്ട് പോലും എനിക്ക് അവനോട് മിണ്ടാൻ പറ്റിയില്ലല്ലോ. അബൂബക്കറിന്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇറങ്ങി ഓടുകയാണ്. അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് പറഞ്ഞു, അബൂബക്കർ എവിടെ എന്ന് ചോദിക്കുമ്പോ വീട്ടുകാര് പറഞ്ഞു, ഇവിടെ വന്നില്ല. പിന്നെ അബൂബക്കർ എവിടെ പോയെന്നറിയാ? ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ, ഉമർ എന്നോട് മിണ്ടുന്നില്ല നബിയേ. ഉമറിന്റെ വീട്ടിൽ പോയി ഞാൻ സലാം പറഞ്ഞിട്ട് പോലും, ഞാൻ അവിടെ പോയി തെറ്റിദ്ധാരണ മാറ്റിയിട്ട് പോലും എന്നോട് മിണ്ടുന്നില്ലെന്ന് പ്രവാചകനോട് അബൂബക്കർ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാ. ഉമർ തങ്ങൾ ഓടി വരുമ്പോ പടച്ചവനെ, മുത്തുനബിയുടെ മുഖമെല്ലാം ചുമന്ന് തുടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമെല്ലാം അല്ലാതെ ചുമന്നിരിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ പോലും പേടിച്ചുപോയി. അബൂബക്കർ തങ്ങൾ പോലും പേടിച്ചുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടി വന്നിട്ട് തന്റെ മുട്ടുകുത്തി മുത്തുനബിയുടെ മുന്നിലിരുന്നു. മുട്ടുകുത്തികെട്ട പ്രവാചകന്റെ മുന്നിലിരുന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലാണ് നബിയേ തെറ്റ്. ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാണ് തെറ്റ് ചെയ്തത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് മുട്ടുകുത്തിയിരുന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഉമറേ, എന്റെ അബൂബക്കറിന്റെ മനസ്സ് നീ വേദനിപ്പിച്ചില്ലേ? എന്റെ അബൂബക്കറിന്റെ മനസ്സ് നീ വേദനിപ്പിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയ്ക്കും സ്നേഹമായിരുന്നു അബൂബക്കറിനോട്, വല്ലാത്ത സ്നേഹമായിരുന്നു. അവര് തമ്മിലുള്ള ബന്ധം അങ്ങനായിരുന്നു. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം അവിടെ നിന്ന് മുത്തുനബിയുടെ ചാരത്ത് വെച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊരുത്തം ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളും പരസ്പരം പിണങ്ങുന്നവരാ. നമ്മുടെ മുന്നിൽ വന്ന് സലാം പറഞ്ഞാൽ, ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തവനാകട്ടെ, അവൻ നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞാലും നമ്മളിൽ ചിലര് ക്ഷമിക്കാൻ തയ്യാറല്ല. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, ഒരു ഹദീസ് പഠിച്ചോ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാൾ നമ്മളോടൊരു തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്തവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് തെറ്റേറ്റു പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു പോയി, നീ പൊരുത്തപ്പെട്, നീ പൊരുത്തപ്പെട്. ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് അവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് പറയുകയാ, അവൻ പൊരുത്തപ്പെടാൻ. അവൻ വന്നിട്ട് നമ്മുടെ മുന്നിൽ വന്നു മാപ്പ് പറഞ്ഞു. എന്നാ ചിലരെന്തേ പറയാ, വാശി വിട്ടുകൊടുക്കൂല. ഇനി ആരെയൊക്കെ കൊണ്ടുവന്നാലും ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല, പോടാ, ഇനി നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹദീസ് നല്ലതുപോലെ ഓർക്ക്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഒരാള് നമ്മുടെ മല്ലം യുഖബ്ബൽ ഉർഫ്, അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് ഉദ്റ, ഒരാൾ വന്നിട്ട് ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവൻ നമ്മുടെ മുന്നിൽ വന്നു മാപ്പ് പറഞ്ഞു. അവൻ നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞു. പ്രവാചകൻ പറയുന്നു, കാദിബൻ അല്ലെങ്കിൽ അവൻ കള്ളം പറയട്ടെ, അവൻ സത്യം പറയട്ടെ, എന്തും പറയട്ടെ, ഒരാള് തെറ്റ് ചെയ്തതിന്റെ പേരിൽ അയാൾ നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞു. അത് കള്ളമാകട്ടെ, സത്യമാകട്ടെ, എന്തുമാകട്ടെ, അവൻ മാപ്പ് പറഞ്ഞാൽ പൊരുത്തപ്പെടണം. അവൻ മാപ്പ് പറഞ്ഞാൽ പൊരുത്തപ്പെടണം. അങ്ങനെ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ മരിച്ചാലും വിട്ടുകൊടുക്കൂല. മരിച്ചാ പോലും ഞാൻ പൊരുത്തപ്പെടില്ല. ഇനി ആരൊക്കെ അവന് വേണ്ടി എൻ്റെ അടുത്ത് എന്തു പറഞ്ഞാലും പോയി വാശി എങ്കിലും കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫലാ യരിദു അലാ ഹൗലി യൗമൽ ഖിയാമ,
തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വന്ന് അവന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് പറഞ്ഞിട്ടും ക്ഷമിച്ചു കൊടുക്കാത്തവനെ, പൊരുത്തപ്പെട്ട് കൊടുക്കാത്തവനെ അള്ളാന്റെ റസൂല് പറയുകയാ, നാളെ പരലോകത്ത് പടച്ചവന് അല്ലാഹുവേ മുത്തുനബിയുടെ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന അതാ വെള്ളമുണ്ടല്ലോ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഖുർആൻ പറഞ്ഞു തന്ന ഹൗദുൽ കൗസർ അത് സ്വർഗ്ഗത്തിലല്ല സഹോദരാ. ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളം സ്വർഗ്ഗത്തിൽ കിട്ടുന്നതല്ല, അത് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് കുടിക്കാൻ കിട്ടുന്ന വെള്ളമാണ്. ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കുകയില്ലല്ലോ. അല്ലാഹുവേ പടച്ചവനെ, റബ്ബിന്റെ ഭയാനകമായ മഹ്ശറയിൽ വെച്ച് മുത്തുനബി കോരിത്തരുന്ന ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളമുണ്ടല്ലോ, അല്ലാഹു അത് കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അത് കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രവാചകൻ അവിടെയാണല്ലോ നമ്മളെ കാത്തു നിൽക്കുന്നത്. എല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് പേടിച്ചു വിറച്ചുകൊണ്ട് ഒരു ജാണ മുകളിൽ സൂര്യൻ നിൽക്കുന്ന ദിവസം അല്ലാഹുവിന്റെ ചെമ്പിന്റെ തറയിലെ വിചാരണയ്ക്ക് നിൽക്കുന്ന സമയമുണ്ടല്ലോ. വല്ലാത്ത ചൂടിന്റെ അകത്ത് കിടന്ന് റബ്ബ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് എണ്ണി എണ്ണി കണക്ക് പറയുന്ന പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത ദിവസമുണ്ടല്ലോ. അന്ന് ജനങ്ങൾ മുഴുവൻ ദാഹിച്ചു വലയുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൗദുൽ കൗസറിലെ വെള്ളം കോരി കയ്യിൽ പിടിച്ചിട്ട് മുത്തുനബി നോക്കി നിൽക്കുകയാണ്. അല്ലാഹുവേ തന്റെ ദാസന്മാർക്ക് കൊടുക്കാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, തെറ്റ് ചെയ്തിട്ട് തന്റെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞിട്ട് ഒന്ന് പൊരുത്തം കൊടുക്കാൻ കഴിയാത്തവര്, ഒന്ന് താന്നു കൊടുക്കാൻ കഴിയാത്തവര്, ഈഗോ കാരണം, നിന്റെ ഈഗോ കാരണം ഒന്ന് പരിഗണന കൊടുക്കാത്തവര്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നാളെ എന്റെ ഹൗദിന്റെ ചാരത്ത് നിനക്ക് സ്ഥാനമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് പോലും നിനക്ക് സ്ഥാനമുണ്ടാകില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടാ, ഒരുത്തൻ തെറ്റ് ചെയ്തു, ആ തെറ്റ് എന്റെ മുന്നിൽ വന്ന് ഞാൻ ചെയ്ത തെറ്റ് പൊരുത്തപ്പെട്ടത്, അവൻ കള്ളം പറയട്ടെ സത്യം പറയട്ടെ, വന്ന് ചോദിച്ചാൽ പൊരുത്തപ്പെട്ടേക്കണം. ഇല്ല, ഞാൻ പൊരുത്തപ്പെടൂല, മരിച്ചാലും പൊരുത്തപ്പെടൂല, പള്ളിപ്പറമ്പിൽ പോയാലും പൊരുത്തപ്പെടൂല, പോടാന്ന് പറഞ്ഞ് കളിയാക്കിയാൽ നാളെ അള്ളാന്റെ ഹൗദിൻ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നമ്മൾ ആട്ടിക്കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ ഒരു വലിയ ഗുണമായിരുന്നു വിട്ടുവീഴ്ച ചെയ്യുക. കരുണവല്ലാതെ കാരുണ്യം, വിട്ടുവീഴ്ച ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വഹാബത്തിന്റെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഏതൊരു കാര്യങ്ങൾക്കും വേണ്ടി വല്ലാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സഹാബി, മുത്തുനബിക്ക് വേണ്ടി എന്തിനും തയ്യാറായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പാവപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞാൽ, പാവപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കിടക്കുന്ന സ്വർഗ്ഗവ ഞാനും നിങ്ങളും ചോദിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേരാ സദഖ കൊടുക്കുക, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, ഒരിക്കലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. അവിടെ നിന്ന് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കരിമ്പടം പൊതച്ചുകൊണ്ടാ വന്നേ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കടന്നു വന്നത് ഒരു കരിമ്പടമും പൊതച്ചുകൊണ്ട്. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, എന്താ ജിബ്രീൽ ഇന്നിങ്ങനെ വരിക? കരിമ്പടവും പൊതച്ചുകൊണ്ട് വരാൻ അവിടുത്തെ കാരണം എന്തേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുത്തുനബിയോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്തു, നബിയേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആ അബൂബക്കർ തങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ പോയിട്ട് ഒരു സദഖ ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ വീടിന്റെ മുന്നിൽ പോയി ഒരു സദഖ ചോദിച്ചപ്പോ ആകെ ഉള്ളത് പടച്ചവനെ ഇട്ടിരിക്കണ വസ്ത്രവും ഒരു ചെറിയ ഒരു പടയങ്കി പോലെ എന്തോ ഒരു സാധനം, ആകെ അതേ ഉള്ളൂ. ഇട്ടിരിക്കുന്ന വസ്ത്രവും വേറെ പുതയ്ക്കാനുള്ള ഒരു പുതപ്പ്, ഒരു പടയങ്കി, അങ്ങനെയുള്ള ഏതോ ഒരു സാധനം, ഒരു പഴക്കം ചെന്ന ഒരു തുണി, ഇത് രണ്ടുമേ ആകെ വീടിന്റെ അകത്തുള്ളൂ. അപ്പോഴാ വെളിയിൽ വന്നിട്ടൊരു മനുഷ്യൻ കൈനീട്ടുന്നേ.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ വെറും കൈയോടുകൂടി മടക്കാൻ മനസ്സില്ലാത്തത് കാരണം ഇട്ടിരുന്ന വസ്ത്രം ഊരി കൊടുത്തിട്ട് ആ പടയെങ്കി എടുത്ത് ധരിച്ചു. ഇട്ടിരുന്ന വസ്ത്രം നമ്മൾ ഇട്ടിരുന്ന ഒന്നും ഊരണ്ട, അലമാരിക്കകത്തുനിന്ന് 10 രൂപ എടുത്ത് കൊടുത്താൽ മതിയായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരു പാവപ്പെട്ട വേണ്ടടോ, വെള്ളിയാഴ്ച പള്ളിയിൽ ബക്കറ്റ് പിരിവുണ്ട്. ബക്കറ്റ് പിരിവ് നടത്തുമ്പോൾ ഒരൊറ്റ കൈയിടല, എന്നിട്ട് ഈ ട്രാൻസ്പോർട്ട് ബസ്സിലെ കിളി ഇങ്ങനെ ബാഗ് കുലുക്കണ പോലെ ഒരു കുലുക്ക ചില്ലറ അടിയെന്നെടുക്കാൻ. നമ്മളങ്ങനത്തെ ടീമാണ്. ആണല്ലോ, അയാൾ ഇങ്ങനെ ഉണ്ടല്ലോ, ബാഗം കുടിച്ചിട്ട് കുലുക്ക ഇങ്ങനെ അടിയിൽ വല്ല ചില്ലറയുണ്ടോ. ഇതുപോലെ 100ഉം 1000-ക്ക് 1000 ഇല്ലല്ലോ പറഞ്ഞവനെ, 2000 ആണല്ലോ. അത് നിരോധിച്ചില്ലേപ്പാ ഇല്ലേ? 2000-ന്റെ നോട്ടിന്റെ കാര്യത്തിൽ തീരുമാനമായി. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. പോയി, ഇതാണ് അവസ്ഥ. ഇങ്ങനെ പോക്കറ്റിട്ട് ഇങ്ങനെ കുലുക്കി നോക്കും. ചില്ലറ വല്ലതും ഉണ്ടെങ്കിൽ അത് സൗണ്ട് കേൾക്കാം. ചില മഹാന്മാര് പിന്നെ സൗണ്ട് കേൾക്കാതിരിക്കാൻ പക്കറ്റിൽ അതോട്ട് കൈയിടും. എന്നിട്ട് ചിലര് ഏറ്റവും സങ്കടകരമായ കാര്യം എന്തെന്നറിയോ, ഇങ്ങനെ പൈസ എടുത്ത് അതിനകത്തിട്ടിട്ട് അതിനകത്തുനിന്ന് ചില്ലറ എടുക്കാം. 500-ന്റെ നോട്ടായിരിക്കും ഇടുന്നത്, അതാ ചില്ലറ എടുക്കണേ. വാഹു ആയാലും എവിടെ ഒരു സ്ഥലത്ത് പോയപ്പോ 50 രൂപ ഇട്ടിട്ട് 40 തിരിച്ചു തരാൻ. എന്റെ കണ്ണ് കണ്ട ഒരാള് ബക്കറ്റ് 40 ഇങ്ങ് തിരിച്ചു തരാൻ. എടാ പഹയ 50 രൂപ ഇട്ട് കൊടുത്തൂടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന വസ്ത്രം ഊരി അവന് കൊടുത്തു, പുറത്തേക്കിട പാവപ്പെട്ടവന്. എന്നിട്ടിങ്ങനെ തീ കീറിപ്പറിഞ്ഞ തുണിയും പൊതച്ച് വീട്ടിലിരിക്ക. അള്ളാഹുവേ, ഈ രംഗം കണ്ടിട്ട് മലക്കുകൾ പോലും കരഞ്ഞുപോയി. ഈ രംഗം കണ്ടിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ പോലും കരഞ്ഞുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നപ്പോ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും കീറി പറഞ്ഞ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടാണ് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എത്ര പറഞ്ഞാലും മഹാന്റെ ജീവിതം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആകെ നമുക്ക് 1 മണിക്കൂറാവുള്ളേ. ഈ 1 മണിക്കൂറിനുള്ള നമ്മൾ പുതക്കല്ലേ പറ്റൂ. നമ്മുടെ സമയം വളരെ കുറവാണല്ലോ. ആ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കേണ്ടതുള്ളത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കണം. ചുമ്മാതൊക്കെ ഇരിക്കുന്ന സമയത്ത് സ്വഹാബികൾ ആ മഹാന്റെ ഗുണങ്ങൾ എന്തായിരുന്നു ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തേക്ക് പലതും നമുക്ക് പഠിക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സ്നേഹമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രങ്ങൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെ, ഹിജറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് എത്ര കൊച്ചു കുട്ടികളൊക്കെ നബിദിനം കടന്നു വരുമ്പോൾ പ്രസംഗിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിജറ പോകുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് പറഞ്ഞു, നബിയെ, ഗുഹയ്ക്കകത്ത് കയറാൻ വരട്ടെ, അവിടെ നിക്ക്. ആദ്യം ഗുഹയ്ക്കകത്ത് പോയിട്ട് ഗുഹയൊക്കെ നോക്കാം. എല്ലാം ഇങ്ങനെ പരിശോധിച്ചു. എന്നിട്ട് പടച്ചവനെ, പൊത്തുകളെല്ലാം ഇങ്ങനെ അടയ്ക്കുകയാ. അവസാനം ഒരു പൊത്ത് ബാക്കി വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടയ്ക്കാനൊന്നുമില്ലാതെ കന്റെ കാലിന്റെ തള്ളവിരൽ കൊണ്ട് അടച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ മടിയിൽ കിടത്തിയ സഹാബി, തന്റെ മടിയിൽ തന്റെ കാലിലേക്ക് പാമ്പ് കൊത്തിയപ്പോഴും വേദന സഹിക്കാൻ കഴിയാതെ പാമ്പിന്റെ കടി, ആ പാമ്പിനെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. ആ പാമ്പിനും പറയാൻ ഒരു വലിയ ചരിത്രമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ എങ്ങാണ്ട് ഉണ്ടായിരുന്ന പാമ്പ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അള്ളാഹുവിനോട് ആയുസ് നീട്ടിത്തരാൻ വേണ്ടി ദുആ ചെയ്തിട്ട് വന്നതാ. ഈ ഗുഹയ്ക്കകത്ത് പ്രവാചകൻ വന്നിരിക്കുമെന്നുള്ളൊരു അറിവ് കിട്ടിയിട്ട് കൊല്ലങ്ങളായിട്ട് മുത്തുനബി വരുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുക. അങ്ങനെയുള്ള പാമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂമിനകത്തേക്ക് കയറി വന്നപ്പോ, ആ ഗുഹയ്ക്കകത്തേക്ക് കയറി വന്നപ്പോ കാത്തു വർഷങ്ങളായിരുന്നിട്ട് അവസാനം മുത്തുനബിയെ കാണാൻ അവസരം കിട്ടിയപ്പോഴാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്റെ കാലിന്റെ വിരൽ വെച്ച് അടച്ചു വെച്ചിരിക്കണേ, പിന്നെ കൊത്താതിരിക്കോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുട്ടികൾ ഒരു പാട്ട് പാടുന്നത് പോലെ അതിനെക്കുറിച്ചൊരു പാട്ട് തന്നെയുണ്ട്. ആ പാട്ടിങ്ങനെ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം. ആ പാമ്പ് കുത്തുമ്പോഴും വേദന സഹിക്കാൻ കഴിയാതെ അബൂബക്കർ തങ്ങൾ മുത്തുനബിയെ വിളിച്ചില്ല. കാരണം എന്തെന്നറിയോ? അള്ളാന്റെ റസൂൽ ഉറങ്ങല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങല്ലേ. ഉറങ്ങുന്ന നബി എങ്ങനെ ഉണർത്തും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര്, വേദന സഹിക്കാൻ കഴിയാതെ കണ്ണുനീര് താഴെ വീണപ്പോഴാ മുത്തുനബി പോലും ഉണർന്നെന്ന് പറയുമ്പോ